കാൽമേഘസമപ്രഭാന്തർനയനം വേതാളകണ്ഠസ്ഥിതം ഹഡ്ഗം ഖേടകപാലധാരികശിരകൃത്വാകരാഗ്രേഷിച്ച ഭൂതപ്രേതപിശാചമാതൃസഗതാമുണ്ടസ്രജാലങ്കൃതാം വന്ദേ ദുഷ്ടവസൂരികാദിവിപതാം സംഹാരിണീം ഈശ്വരീം സംഹാരികാം ഈശ്വരീം. രണ്ടു പക്ഷങ്ങൾ. വന്ദേ ദുഷ്ടവസൂരികാദിവിപതാം സംഹാരികാം ഈശ്വരീം. അമ്മയുടെ വേഷങ്ങളിൽ, മുടിയേറ്റ് വേഷങ്ങളിൽ ഒക്കെ, കളമെഴുത്ത് വേഷങ്ങളിലൊക്കെ നമ്മൾ നോക്കി അറിയാം, അവിടെ വസൂരി കലകൾ അമ്മയുടെ മുഖത്തുണ്ട്. അപ്പോൾ ലോകത്തിലുള്ളതായ അസുഖങ്ങളെ മുഴുവനും സ്വീകരിക്കാൻ ഈശ്വരന്മാർ തയ്യാറാകുമ്പോൾ ഈശ്വരന്മാരുടെ കഴിവിനെ, ഈശ്വരന്മാരുടെ അനുഗ്രഹത്തെ കണ്ടെത്താത്തതിൻ്റെ കുറവാണ് നമുക്കെല്ലാം. അപ്പം നമുക്കറിയാം, സ്വയംഭൂ ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മറ്റു ഭൂദേവന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രതിമ അഷ്ടവിധാ സ്മൃത ശൈലി ദാരുമഹി ലോഹി ലേഖ്യാലേപ്യാച സൈകതീ മനോമയീ മണിമയീ പ്രതിമ അഷ്ടവിധാ സ്മൃത. ശരിക്കും എത്തേണ്ടത് എവിടെയാണ്? മനോമയി. അഗ്നിപ്രാകാരം കൊണ്ട് ശരീരം ദഹിപ്പിച്ച്, ആ ശരീരം ദഹിപ്പിച്ച് കഴിഞ്ഞ് ശരീരം അഗ്നിയായിട്ട് തീർന്ന് പിന്നീട് ഗുരുവിൻ്റെ നാഥൻ്റെ ഉപദേശത്തോടു കൂടി സ്വീകരിക്കുന്നതായ മന്ത്രശക്തികളെ കൊണ്ട്, നിർഗുണ ഉപാസനയെ കൊണ്ട്, എങ്ങനെ മന്ത്രശക്തികൾ എന്ന് പറയുന്നത് സഗുണ ഉപാസനയാണ്. ആ സഗുണ ഉപാസനയിൽ നിന്ന് എന്തെത്തിച്ചേരുന്നു? സദിവ അവ ഭാസത. പിന്നെ ഇവിടെ എന്തു മാത്രമേ ഉള്ളൂ? സത്തായിട്ട് മാത്രമുള്ള പ്രകാശം മാത്രമേ ഉള്ളൂ. അതാണ് ഈശ്വര പ്രത്യക്ഷ സമയത്ത് നമ്മളൊക്കെ ചന്ദനത്തിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വെട്ടും. കാരണം അതായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ലൗകിക ജീവിതം ഇല്ല എന്ന്. എന്തായിത്തീരണം ഞാൻ ഒരുപിടി അവലോ വെന്ത ചീരത്തണ്ടോ എന്നൊക്കെ ഗുരുവായൂരൊരു ഭക്തൻ പാടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ആവണമെന്നില്ല എന്നർത്ഥം. ഈശ്വരനാവണമെന്നില്ല. വെന്ത ചീരത്തണ്ടോ. ഇനി അതുമല്ല, എന്തായിത്തീരാൻ നമുക്ക് സംശയമൊന്നുമില്ല. മാല കെട്ടണ്ട് അല്ലേ? ഇഷ്ടംപോലെ മാല കെട്ടി ചാർത്തുന്നുണ്ട് പലയിടത്തും. ഈ മാല കെട്ടി ചാർത്തുമ്പോൾ അവിടെ ഒരാൾക്ക് ഫ്രീ ആയിട്ട് പുണ്യം ലഭിക്കുന്നു. ആർക്ക്? മാല കെട്ട് വള്ളിക്ക് അല്ലെങ്കിൽ നൂലിന് അടക്കം. അപ്പം അത് അറിയാതെയാണെങ്കിലും പൂനേത്തമ്മയുടെ ബിംബത്തിൽ ചാർത്തപ്പെടുന്നു. അമ്മയെ കണ്ടു തൊഴുന്നേൻ, കൊടുങ്ങല്ലൂരമ്മയെ കണ്ടു തൊഴുന്നേൻ. വർമാജി അടക്കം നമ്മളടക്കം പാടാറുള്ളതാണ്. അപ്പോൾ കണ്ടു തൊഴാൻ കഴിയുന്നവരുണ്ട്, കാണാതെ തൊഴാൻ കഴിയുന്ന. നമുക്കൊക്കെ ആ ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ കണ്ടു തൊഴുന്നത് എന്താണ്? ബിംബത്തെ കാണുന്നുള്ളൂ. അപ്പോൾ എന്തിനാണ് സൗന്ദര്യം കൂടുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ സമർപ്പിക്കുന്ന വസ്തുവിനാണ് സൗന്ദര്യം കൂടുന്നത്. നമ്മളെ സമർപ്പിച്ചാൽ നമുക്കും സൗന്ദര്യം കൂടും. അപ്പോൾ വാര്യര് കെട്ടിവെക്കുന്ന മാല, ആ മാല അവിടെ ഇരിക്കുന്നു, ധാര കഴിഞ്ഞ് നമ്മൾ മഹാദേവനെ ചാർത്തുന്നു. അപ്പോൾ ആർക്കാണ് അവിടെ സൗന്ദര്യം കൂടുന്നത്? ചിലർ പറയും അതങ്ങനെ കറക്റ്റായിട്ട് ചാർത്തു, ചെരിച്ച് ചാർത്തു, മൂക്കിങ്ങനെ ചെരിച്ച് ചേർത്തു, ചെരുത്ത് ചാർത്തു. ആരാ ചാർത്തണേ? ചട്ടുകമായ ഭഗവാന്റെ ചട്ടുകമായ നമ്മൾ ചാർത്തുന്നു. ചില ദിവസം ഇതൊന്നും അല്ല, വെറുതെ വലിച്ചു വാരിയിട്ടാൽ നമ്മൾ കറക്റ്റായിട്ട് അളന്ന് ചാർത്തുന്നതിനേക്കാളും ഭംഗിയായിട്ട് തീരും. അപ്പോൾ അന്ന് മഹാദേവന് ഇഷ്ടം എന്താണ്? ആ രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ചാർത്തപ്പെടുന്ന വസ്തുവിനാണ് സൗന്ദര്യം കൂടുന്നത്. ഗുരുവായൂരപ്പനോ കൊട്ടിയൂർത്തേവർക്കോ മൂകാംബിയമ്മയ്ക്കോ ഇതൊന്നും ആവശ്യമില്ല എന്നർത്ഥം. ഒരു വിളക്കും ഒരു കൂളവും ഉണ്ടെങ്കിൽ, ഒരു ഏകബില്ലും ശിവാർപ്പണം, ഒരു കൂളത്തിനും മഹാദേവൻ തൃപ്തിയാകും. അപ്പം നമ്മുടെയൊക്കെ വിചാരം എന്താണെന്നറിയാമോ? എന്ത് ഭംഗിയാ പൂനേത്തമ്മയെ കാണാൻ, അല്ലെങ്കിൽ പുന്നേത്ത് മഹാദേവനെ, അല്ലെങ്കിൽ തലപ്പുഞ്ഞ മഹാദേവനെ കാണാൻ. ശുദ്ധ നുണയാ പറയണത്. നമ്മൾ മഹാദേവനെ കാണുന്നേ ഇല്ല. മഹാദേവനാണ് നമ്മളെ കാണുന്നത്. കൊട്ടിയൂരപ്പം കാണുന്നതോ നമ്മളെയാ കാണുന്നുള്ളൂ. അപ്പം ബിംബ പ്രതിബിംബ ഭാവമായിക്കൊണ്ട് തന്നെ ശംഖും ചക്രം ജലൂകം എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ധന്വന്തരമൂർത്തിയെ സ്തുതിക്കുമ്പോഴും എന്തോ ഈ കണ്ണാടി പോലെയാണെന്ന്, ഇടത് വലത് മാറിപ്പോവും. ശംഖും ചക്രം ജലവും ഇവിടെ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് പക്ഷമുണ്ട് കേട്ടോ. ശംഖചക്രം, ചക്രായനോ ശംഖായനോ ഗംഗ, അങ്ങനെ പല പക്ഷങ്ങളുമുണ്ട്. അപ്പോൾ ബിംബ പ്രതിബിംബ ഭാവമാണ് ഈശ്വരൻ. അപ്പം ഏത് വികാരത്തോടു കൂടി ഭഗവതിയെ സമാപിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാനെ സമീപിക്കുന്നു, അല്ലെങ്കിൽ 33 ദൈവങ്ങളല്ലാട്ടോ, ദേവതാ ഗണങ്ങളെയാണ്. അത് എതിരായിട്ട് യാതൊരു ബന്ധവുമില്ല. ബാക്കിയുള്ളത് 36 ദൈവങ്ങളേ ഉള്ളൂ ശരിക്കും. അത് തെറ്റിദ്ധരിക്കേണ്ട. 33 കോടി ദൈവങ്ങളുണ്ടല്ലോ എന്നാണ്. 33 കോടി ദൈവങ്ങളുണ്ടെങ്കിൽ 33 ദൈവങ്ങളുടെ അർത്ഥങ്ങൾ പോകണ്ടോ? ഇല്ല.
അപ്പോൾ യാതൊരു സംശയമില്ല, സ്വന്തം നാടിനെ മറന്നുകൊണ്ട്. അമ്മയ്ക്ക് വെള്ളം കൊടുക്കാതെ അമ്മായിയമ്മയ്ക്ക് വെള്ളം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. സ്വന്തം നാട്ടിൽ കിടക്കുന്നതായ തലപ്പുഞ്ഞ മഹാദേവനെ, സ്വന്തം പുന്നേത്ത് കിടക്കുന്നതായ പുന്നേത്തപ്പനെ, കൂനേത്ത് കിടക്കുന്നതായ കൂനേത്ത് ദേവിയെ, രാമപുരത്തപ്പനെ, ബായ്ക്കരക്കാവിലമ്മനെ തൊഴുവാണ്ട് എവിടെ പോയിട്ടും ഒരു രീതിയിൽ രക്ഷപ്പെടില്ല. കാരണം മുത്തശ്ശനെയും അച്ഛനെയും അമ്മയെയും മറന്നുകൊണ്ട് അമ്മായിയമ്മയ്ക്കും തൊഴുന്ന പോലെ തന്നെയാണ്, അത് സംശയമില്ല. പക്ഷെ അതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. അവനോന് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ പുന്നേത്തപ്പനെ പ്രശ്നവിധിക്കാരം കണ്ടു. എങ്ങനെയാണോ ഗംഗാ സ്നാനം കഴിക്കുന്നത്, എങ്ങനെയാണോ കാശിയിൽ തൊഴുന്നത്, അതേ ഫലമാണെന്നർത്ഥം. അപ്പോൾ അത്രയേറെ പുണ്യമായ ഒരു സ്വയംഭൂ ചൈതന്യത്തെ നമ്മൾക്കാണ് പ്രശ്നം കണ്ടെത്താൻ, നമുക്കാണ് മടങ്ങാൻ മടക്കാൻ. അപ്പോൾ എത്രയോ ക്ഷതാതിത്രായത ഇത് ക്ഷേത്രം, എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. 3000-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ളതായ തലപ്പഞ്ഞ മഹാദേവ ക്ഷേത്രം. ഇപ്പോഴും ചുറ്റുമുള്ളതായ ഉപദേവന്മാരുടെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ പീഠനാളങ്ങളും അതുപോലെ തന്നെ ബലിക്കല്ലങ്ങളും അല്പം പോലും തേയ്മാനമില്ലാതെ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അത് ചൈതന്യത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ ഗുരുവായൂരറിയാം, ചോറ്റാനിക്കറിയാം, തലപ്പുഞ്ച അറിയാം. പ്രദക്ഷിണം വയ്ക്കേണ്ടത് എങ്ങനെയാണ്? ഒരു അടി വെച്ച് അഴി വയ്ക്കുക. ചുറ്റുമുള്ളതായ ദേവതാ ചൈതന്യങ്ങളെ മുഴുവനും തൊഴുതുകൊണ്ട്, ചുറ്റും ദൂരെയാണെങ്കിൽ എന്തുണ്ട്, വടക്കൻ ചൊവ്വ ആദ്യം തൊഴുക. പിന്നീട് കുറച്ചുകൂടെ അടുത്ത് സർപ്പദൈവങ്ങളെ കൊടുക്കുക. അതിനുശേഷം വരിക. അതിനുശേഷം ഗണപതിയുള്ളടുത്ത് ഗണപതിയോട് അങ്ങ്, അതിനുശേഷം ഉപദേവന്മാരെ തൊഴുക. അതിനുശേഷം മാത്രമേ എവിടെ തൊഴാവുള്ളൂ. രാജരാജേശ്വരനായ അല്ലെങ്കിൽ ശബരിമല ശാസ്താവാണെങ്കിൽ പോലും ആദ്യം തൃപ്തിപ്പെടുത്തേണ്ടത് ആരാണ്? ഈശ്വരനെ. അതായത് മെയിൻ ആളെ, രാജാവിനെ തൃപ്തിപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവരുടെ പരിവാരങ്ങളെ തൃപ്തിപ്പെടുത്താനാണ് ബുദ്ധിമുട്ട്. അവർക്കാണ് എന്ത് കൂടുതൽ, അവർക്കാണ് ഇത്തിരി ഹെഡ് വെയിറ്റ് എന്ന് പറയും. ഞങ്ങൾ അത് നല്ലതാണ് കേട്ടോ, ഭഗവാന്റെ പരിവാരങ്ങളാണെന്ന് പറയുന്നത് നല്ലതാണ്, അത് അഭിമാനമാണ്. പക്ഷേ അവരെ തൊഴുതിട്ട് വേണം എങ്ങോട്ട് കയറാൻ, മെയിൻ ആളെ തൊഴുകാൻ. അപ്പോൾ യാതൊരു കാരണവശാലും ഓർമ്മിപ്പിക്കുന്നു, തന്ത്രികളെയോ അല്ലെങ്കിൽ പരികർമ്മികളെയോ പൂജ കഴിഞ്ഞുള്ള സമയത്തല്ലാതെ നാലമ്പലത്തിനകത്ത് തൊഴരുത്. കാരണം പൂജ കഴിഞ്ഞിറങ്ങുമ്പോൾ ചൈതന്യവത്യായിട്ടായിരുന്ന ഭഗവാനായി മാറിയുന്ന അനുക്കുട്ടേട്ടൻ മനയത്താട്ടിനെ നമ്മൾ നമ്പൂരിമാരാണ് ശുദ്ധമാണെങ്കിൽ കയ്യിൽ ദക്ഷിണ കൊടുക്കും, ബാക്കിയുള്ളവർ പലകയിൽ വെച്ച് ദക്ഷിണ കൊടുക്കും. ആ സമയത്ത് മാത്രമേ നമസ്കരിക്കാവുള്ളൂ. പല വിശേഷങ്ങൾക്കും പല കലശങ്ങൾക്കും നമ്മൾ പറയാം, ഇത് എത്ര നാളായി തിരുമേനി കണ്ടിട്ടെന്ന് പറഞ്ഞാൽ അവിടെ നമസ്കരിക്കുക, അവിടെ തൊഴുക. അത് പാടില്ല എന്നർത്ഥം. അവിടെ തൊഴുമ്പോൾ എന്താ സംഭവിക്കണമെന്നറിയാമോ? ദാസരിൽ ഭൃത്യവൃത്യാഹം. ഭാഗവതമൊക്കെ പറയുന്നു, ഭൃത്യരാണ് ഞാനെന്ന് ആര് പറയുന്നു? ഭഗവാൻ പറയുന്നു. ദേവീ പുരാണത്തിൽ പോകുമ്പോൾ, ദേവീ ഭാഗവതത്തിൽ ഓടുമ്പോൾ ദുർഗാദേവി വരുന്നു, ഭൃത്യവൃത്യോഹം. ഭൃത്യന്മാരുടെ ഭൃത്യയാണ് ഞാൻ എന്ന് ഭഗവതി പറയുമ്പോൾ, അപ്പോൾ ഭഗവതിക്ക് പോലും എന്തുണ്ട്, വിനയം വരുമ്പോൾ അവിടെ ആരാ വലുത്? ഭഗവാനാണോ ഭക്തനാണോ വലുത്? സംശയമൊന്നുമില്ല, ഭക്തൻ തന്നെയാണ് വലുത്. കാരണം ഒരു ശിലയെ അതിൻ്റെ വേണ്ടാത്തതായത് മുഴുവൻ കളയുമ്പോൾ എന്തായിത്തീരുന്നു? ബിംബമായിത്തീരുന്നു. ആ ബിംബത്തെ എന്തുകൊണ്ട് ശയ്യാദികളെ കൊണ്ട് പ്രത്യേകം അവിടെ സമുദ്രത്തിൽ കൊണ്ടിടാൻ പറ്റുന്നവർക്ക് പണ്ടൊക്കെ സമുദ്രത്തിൽ തന്നെയാണ് ജലാധിവാസം ഉണ്ടായിരുന്നത്. അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ജലവാസം കൊണ്ട് ചൈതന്യവത്തായിക്കൊണ്ട് സപരിവാരം പൂജ ചെയ്യുന്നുകൊണ്ട് ആ ശിലയെ എന്തായിത്തീരുന്നു? ചൈതന്യവത്തായ ഈശ്വരൻ ആക്കി തീർക്കുന്നു, അല്ലെങ്കിൽ ഈശ്വരി ആക്കി തീർക്കുന്നു. അപ്പം ഈ തന്ത്രി എന്തായിത്തീർന്നു? പരിപൂർണമായിട്ട് ഈശ്വരനായിത്തീർന്നു, അല്ലെങ്കിൽ ഈശ്വരിയായിത്തീർന്നു. അതിൻ്റെ ഒരംശം, 16 ഒരംശം മാത്രമേ എന്തായി കൊടുക്കുന്നുള്ളൂ? ബിംബത്തിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ പലരും പറയുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ ദേവൻ്റെ പിതാവെന്നൊന്നും ഒരു സ്ഥലത്തും പറഞ്ഞില്ല. ക്ഷേത്രത്തിൻ്റെ ആ ഒരു ശരീരത്തിൻ്റെ പിതാവ് മാത്രമാണ്, അല്ലാണ്ട് ഈശ്വരൻ്റെ പിതാവ് അച്ഛനാവണം എങ്ങനെയാണ്? ജീവൻ കൊടുത്തു എന്നുള്ള സങ്കല്പം ശരിയാണ്. എന്നിരുന്നാൽ പോലും അവിടെ ഭക്തദാസനായിട്ട് കഴിയാൻ സാധിക്കുമ്പോൾ, അഹങ്കാരങ്ങളില്ലാതെ വിനയത്തോടു കൂടി അടിപ്രദക്ഷിണമായിട്ട് തൊഴുകാൻ കഴിയുമ്പോൾ മാത്രമാണ് ഒരു കലശത്തിന് പരിപൂർണത വരുള്ളൂ. കല എത്ര ശേത ഇരു കലശ. 64 കലകൾ എങ്ങനെയാണോ ഒരു കലശക്കുടത്തിൽ, അതിനു മുമ്പ് നമ്മൾ പറയുന്നത് എന്താണ്? വെറും കുടന്നാ പറയുള്ളൂ. അപ്പോൾ ഈ 64 കലകളും ആവാഹിച്ച് ഭഗവതിയായിട്ട് തന്നെ സങ്കല്പിച്ച് ശ്രീരാമേട്ടൻ കലൂർ നമ്പൂതിരി ഇന്ന് കുനിയത്ത് രാവിലെ കലശപൂജ തുടങ്ങിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് നമസ്കരിച്ചിട്ടാണ്, ദേവിയെ നമസ്കരിച്ചിട്ടാണ് വന്നത്.
എനിക്കൊക്കെ ഒരുപാട് അത്രയേറെ ചൈതന്യവത്തായ ഭഗവതി ഉപാസകനാണ് ശ്രീരാമേട്ടൻ കലൂർ നമ്പൂതിരി. അദ്ദേഹത്തിനെ കിട്ടിയത് വളരെ പുണ്യമാണ് എന്നർത്ഥം. എന്ത് സംശയം ചോദിച്ചാലും എന്ത് കാര്യം ചോദിച്ചാലും നമ്മുടെ ഹൃദയത്തിലേക്ക് 3 or 4 പ്രാവശ്യം ശ്ലോകങ്ങളൊക്കെ പറഞ്ഞു കളിക്കുന്ന അനുഗ്രഹിക്കുന്ന അദ്ദേഹം. അതിനു മുമ്പ് തമാശയൊക്കെ പറഞ്ഞാൽ അവിടെ പുറത്ത് വെക്കും. കുളിച്ചങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുക്കാൻ പറ്റില്ല, അത്രയേറെ ദേവി ചൈതന്യമാണ്. തുല്യമാണ് ദേവിദാസ് നമ്പൂതിരിയും. കണ്ണൻ്റെ കൂടെ അനിയൻ കണ്ണൻ്റെ കൂടെയൊക്കെ ചോദിച്ചത് ദേവിദാസ് നമ്പൂതിരി എന്ന് പറയാമെന്നറിയില്ല, ഒരു കർണാടക ബ്രാഹ്മണനാണ് എന്നിരുന്നാൽ പോലും. അപ്പോൾ അങ്ങനെയുള്ളവരെ കണ്ടെത്തി അങ്ങനെയുള്ളവരെ നിന്ന് പ്രസാദം മേടിക്കുമ്പോൾ എന്തായിത്തീരുന്നു, നമ്മുടെ ആമയങ്ങളടക്കം നമ്മുടെ ദോഷങ്ങളടക്കം മാറി, നമ്മളെ ശത്രുദോഷങ്ങളൊക്കെ മാറി നമ്മളെ അനുഗ്രഹിക്കപ്പെടും, ഭഗവതി അനുഗ്രഹിക്കപ്പെടുന്നുള്ള 100% ഉറപ്പ് തരുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.